വാർത്തത്തിലെ പുത്തൻ സ്റ്റോറിയിലേക്ക് ഏവർക്കും സ്വാഗതം. ഈ സ്റ്റോറി ഇഷ്ടപ്പെടുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ, അതുപോലെ തന്നെ ലൈക്ക് ചെയ്യണേ, ഹൈപ്പ് ചെയ്യാനേ മറക്കല്ലേ. അങ്ങനെ വേദയും വിക്രമും ഇപ്പോഴും പിരിഞ്ഞ് തന്നെ നിൽക്കുകയാണ്. പക്ഷേ വേദയുടെ മനസ്സിൽ പല ലക്ഷ്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. അത് പക്ഷേ വിക്രത്തിന് അറിയത്തില്ല. വേദ ഇങ്ങനെ ആലോചിക്കുന്നുണ്ട്. ബീച്ചിൽ കൂടെ പോയതും അവർ രണ്ടുപേരും ഒരുമിച്ച് നടന്നതും ഇരുന്ന് സംസാരിച്ചതൊക്കെ അവർ ഓർക്കുന്നുണ്ട്. ഇതിൻ്റെ ഇടയ്ക്ക് വിക്രം രാഷ്ട്രീയത്തിലേക്ക് സജീവമായി ഇറങ്ങുകയാണ്. ഇലക്ഷൻ വരെ ശ്രീനിവാസിൻ്റെ കൂടെ തന്നെ എല്ലാത്തിനും കാണുമെന്ന് ശ്രീനിവാസിന് ഉറപ്പ് നൽകിയതുകൊണ്ട് തന്നെ എല്ലാ കാര്യത്തിനും ശ്രീനിവാസിൻ്റെ കൂടെ തന്നെ പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഇലക്ഷൻ പ്രചരണമെല്ലാം മുന്നിട്ട് തന്നെ നയിക്കുന്നത് വിക്രം തന്നെയാണ്. പക്ഷേ ഇങ്ങനെയൊക്കെയാണെങ്കിൽ വേദയ്ക്കറിയാം, ഈ ഇലക്ഷൻ കഴിയുന്നതോടെ വിക്രം ശ്രീനി സാറിനെ കൂട്ടുവിട്ട് പുതിയൊരു ജീവിതം തുടങ്ങുമെന്ന് വേദയ്ക്കറിയാം. വിക്രം വാക്ക് മാറ്റത്തിലെന്നും വേദയ്ക്കറിയാം. അങ്ങനെ ഇലക്ഷൻ പ്രചരണമൊക്കെ തുടങ്ങി ശ്രീനി സാറിൻ്റെ കൂടെ എല്ലായിടത്തും പോകുന്നതും ഇലക്ഷൻ്റെ എല്ലാ കാര്യങ്ങളൊക്കെ നോക്കുന്നത് വിക്രം തന്നെയാണ്. ഈ സമയത്താണെങ്കിൽ ശ്രീകാന്തും ചന്ദ്രശേഖരനും കൂടെ പുതിയ പദ്ധതി തയ്യാറാക്കുവാണ്. അവർ തീരുമാനിച്ച പോലെ വരുണിനെ കൊല്ലുക, അത് വിക്രത്തിൻ്റെ തലയിൽ കെട്ടിവെക്കുക, അതിൻ്റെ അധികാരം വാസവൻ ചെയ്തോളും. അങ്ങനെ വിക്രത്തിനെ വാസവൻ കൊന്നോളും എന്നൊക്കെയുള്ള ഒരു പ്രതീക്ഷയിലിരിക്കുകയാണ്. അങ്ങനെ അതിൻ്റെ പ്ലാൻ അവർ രണ്ടുപേരും കൂടെ തയ്യാറാക്കുന്നുണ്ട്. ഇലക്ഷൻ പ്രചരണം കൊടുത്തു കഴിയുമ്പോൾ വരുണിനെ കൊല്ലാനും അത് വിക്രത്തിൻ്റെ തലയിൽ കെട്ടിവെക്കാനൊക്കെ അവർ തീരുമാനിക്കുകയാണ്. ഈ സമയത്ത് വിക്രം വേദയെ ആലോചിക്കുന്നുണ്ട്. അപ്പം വേദ പോയതിലൊക്കെ വിക്രത്തിന് വിഷമമുണ്ട്. പക്ഷേ കമലമ്മയുടെ അടുത്ത് വിക്രം പറയുന്നുണ്ട്, ഞാൻ അച്ഛന് കൊടുത്ത വാക്ക് മാറ്റത്തില്ല അമ്മേ. ഇനി വേദ തിരിച്ചു വന്നില്ലെങ്കിലും അച്ഛന് കൊടുത്ത വാക്ക് ഞാൻ മാറ്റത്തില്ല. ഇലക്ഷൻ കഴിയുന്നവരുടെ ശ്രീനി സാറുമായിട്ടുള്ള എല്ലാ ബന്ധവും ഞാൻ ഉപേക്ഷിക്കും, അതുറപ്പാണ് എന്ന് പറയാണ്. അപ്പം കമലമ്മ പറയാണ്, മോൻ വിഷമിക്കണ്ട, വേദയ്ക്ക് എത്ര നാൾ നിന്നെ പിരിഞ്ഞിരിക്കാൻ പറ്റും, അവൾ തീർച്ചയായിട്ടും വരും, മോൻ അതോർത്ത് വിഷമിക്കണ്ട എന്ന് പറയുകയാണ്. ശ്രീജിയും പറയുന്നുണ്ട്, വിക്രം എന്തായാലും വേദ വരാതെ ഒന്നും ഇരിക്കത്തില്ല, വേദയ്ക്ക് നിന്നെ പിരിഞ്ഞിരിക്കാൻ പറ്റത്തില്ല എന്ന് പറയാണ്. മാഷും പറയാണ്, നീ ഇലക്ഷനൊക്കെ ഇറങ്ങുന്നത് കൊള്ളാം, എനിക്ക് തന്നതുപോലെ ഈ ഇലക്ഷനിലൂടെ നീയും ശ്രീനിവാസനും തമ്മിലുള്ള എല്ലാ ബന്ധവും അവസാനിപ്പിക്കണം എന്ന് പറയാണ്. അപ്പം വിക്രം പറയാണ്, അത് അച്ഛന് തന്ന വാക്കിന് ഒരു മാറ്റവുമില്ല, അങ്ങനെ തന്നെ സംഭവിക്കും എന്ന് പറയാണ്. വേദ, ആ കുട്ടി മറ്റെന്തോ കാരണം കൊണ്ടാണ് ഇവിടുന്ന് പോയത്, അത് ഉറപ്പാണ്. ആരോ ആ കുട്ടിയെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട്, അല്ലെങ്കിൽ മറ്റെന്തോ കാരണമുണ്ട്. അതുകൊണ്ട് തന്നെ അത് അറിയാതെ നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന് മാഷ് പറയാണ്. എന്തായാലും നമ്മൾ ഇപ്പോൾ അതിനെക്കുറിച്ചൊന്നും ആലോചിക്കണ്ട, നീ ഇലക്ഷൻ പ്രചാരണത്തിന് എന്തായാലും നിനക്ക് പോയല്ലേ പറ്റൂ, അതിന് പോവുക, പിന്നെ ഇലക്ഷൻ കഴിയുന്നതുകൊണ്ട് ഈ ഒരു പരിപാടി നിർത്തുക എന്ന് മാഷ് പറയുകയാണ്. വിക്രം അങ്ങ് പോവുകയാണ്. സമയത്ത് വേദയാണെങ്കിൽ വീട്ടിൽ നിൽക്കുന്നെങ്കിലും ശ്രീകാന്തിനെ ശ്രദ്ധിക്കുന്നുണ്ട്. വേദയ്ക്ക് എന്തൊക്കെയോ സംശയമുണ്ട്. കാരണം ശ്രീകാന്തിൻ്റെ സ്വഭാവം നല്ലോണം ഇപ്പം വേദയ്ക്കറിയാം. ശ്രീകാന്തിൻ്റെ കള്ളത്തരം എല്ലാവരുടെയും മുന്നിൽ തുറന്നു കാട്ടുക, അതാണ് വേദയുടെ ലക്ഷ്യം. അങ്ങനെ വേദ ഒരു ദിവസം അമ്പലത്തിൽ പോകുമ്പോൾ കമലമ്മയെ കാണുന്നുണ്ട്. കമലമ്മയായിട്ട് സംസാരിക്കുന്നുണ്ട്. എന്തോ മനസ്സിനൊരു വിഷമം. ഇപ്പോൾ അവൻ ഇലക്ഷന് പോകുന്നത് ശ്രീനിവാസനോടെ പോകുന്നതെന്നൊക്കെ കേട്ടപ്പോൾ എന്തോ ഒരു വിഷമം, അവൻ എന്തോ ആപത്ത് വരാൻ പോകുന്നു എന്നുള്ള ഒരു തോന്നലെന്ന് കമലമ്മ പറയുന്നുണ്ട്. ഇത് കേൾക്കുന്ന വേദയ്ക്കും ആകപ്പാടെ ടെൻഷനാകുന്നുണ്ട്. അങ്ങനെ വീട്ടിൽ വരുന്ന വേദയാണെങ്കിൽ നേരെ ശ്രീകാന്തിൻ്റെ മുറിയിലേക്ക് ചെല്ലുകയെന്ന്. എന്നിട്ട് ഡോർ അടച്ചിട്ട് ശ്രീകാന്തിൻ്റെ അടുത്ത് പറയുകയാണ്, എനിക്ക് ഒരു കാര്യം നിങ്ങളോട് പറയാനുണ്ട്. അപ്പോൾ ശ്രീകാന്ത് ചോദിക്കണം, എന്താ നിനക്ക് പറയാനുള്ളത്? ഈ കളികളെല്ലാം നിങ്ങൾ എന്നോട് കളിച്ചല്ലോ, അതേപോലെ വിക്രത്തിന് എന്തെങ്കിലും കൊടുക്കാൻ നോക്കിയാൽ നിങ്ങളെ ഞാൻ വെച്ചേക്കത്തില്ല, എന്നെ എന്തോ ചെയ്യും എന്ന് ശ്രീകാന്ത് ചോദിക്കുകയാണ്. അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ നിങ്ങളുടെ കള്ളക്കളി ഞാൻ പുറത്തു കൊണ്ടുവരും, അതുറപ്പാണ്. പിന്നെ നിങ്ങളോട് ഞാൻ എങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്ന് എനിക്ക് പോലും പറയാൻ പറ്റത്തില്ല എന്ന് വേദ പറയാണ്. അപ്പോഴത്തെ ശ്രീകാന്ത് ഒന്ന് പേടിക്കുന്നുണ്ട്. നിങ്ങൾ കാരണം വിക്രത്തിന് എന്തെങ്കിലും ആപത്തുണ്ടായെന്ന് ഞാൻ അറിഞ്ഞാൽ അപ്പോഴാണ് എന്നും പറഞ്ഞിട്ട് വേദ അങ്ങ് ഇറങ്ങി പോവാന്ന്. അപ്പോഴത്തേക്ക് ശ്രീകാന്തിന് ഭയങ്കര ടെൻഷനാകുന്നുണ്ട്. ഉടനെ ചന്ദ്രശേഖരനെ വിളിച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അവൾ വന്ന് ഇപ്പോൾ എൻ്റെ അടുത്ത് ഭീഷണിപ്പെടുത്തിയിട്ട് പോയേക്കുന്നു എന്ന് പറയാണ്. അപ്പോൾ ചന്ദ്രശേഖരൻ പറയാണ്, ഇനി നമ്മുടെ പ്ലാൻ കൂടുതൽ ദിവസം മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റത്തില്ല, ഇതൊരു അവസരമാക്കി എടുത്ത് എത്രയും പെട്ടെന്ന് നടപ്പാക്കണമെന്ന് ചന്ദ്രശേഖരൻ പറയുകയാണ്. അപ്പം അവർ തമ്മിൽ കാണുന്നുണ്ട്. അപ്പോൾ ശ്രീകാന്ത് ചന്ദ്രശേഖരൻ അടുത്ത് പറയാണ്, നമ്മൾ ഏർപ്പാടെ ഗുണ്ടകൾ വരുണിനെ ആക്രമിക്കും, അവനെ കൊല്ലാൻ തന്നെയാണ് പ്ലാൻ ഇട്ടേക്കുന്നത്, അത് വിക്രത്തിൻ്റെ തലയിൽ കെട്ടിവെക്കുക. രാത്രി വിക്രം പോസ്റ്റർ ഒട്ടിക്കാനും മറ്റുള്ള ആവശ്യത്തിനൊക്കെ പുറത്തിറങ്ങാറുണ്ട്. അപ്പം അതുകൊണ്ട് നമുക്ക് കാര്യങ്ങൾ എളുപ്പമാണ്. എത്തുന്നത് നമ്മൾ ഇറക്കുന്ന ഗുണ്ടകൾ, പേടി വരുന്നത് അവൻ്റെ തലയിൽ. അതോടെ വാസവൻ അവൻ്റെ കാര്യം നോക്കിക്കോളും. മോൻ ചത്തെന്നറിയുമ്പോൾ വാസവൻ വെറുതെ ഇരിക്കുമെന്ന് വിചാരിക്കണ്ട. അപ്പോൾ ചന്ദ്രശേഖരൻ പറയാണ്, സൂക്ഷിച്ച് വേണം കൈകാര്യം ചെയ്യാൻ, എവിടെയെങ്കിലും ഒന്ന് പാളിയാൽ നമ്മളകത്താവും, പിന്നെ വാസവൻ നമ്മളെ വെറുതെ വെച്ചേക്കത്തില്ല എന്ന് പറയാണ്. അപ്പോൾ ശ്രീകാന്ത് പറയാണ്, ആ കാര്യത്തിൽ അച്ഛൻ ഒട്ടും പേടിക്കണ്ട, നന്നായിട്ട് തന്നെ പ്ലാൻ ചെയ്താണ് ഞാൻ ഈ കാര്യം നടപ്പാക്കാൻ തീരുമാനിച്ചേക്കുന്നത്. അതുപോലെ തന്നെ വാസവൻ്റെ മോനും വരുണും ആണെങ്കിൽ ഓരോ ആവശ്യങ്ങൾക്കും രാത്രി പുറത്തിറങ്ങുന്നുണ്ട്. അതുകൊണ്ട് രണ്ടുപേരും പുറത്ത് വെച്ച് തന്നെ കിട്ടും, അതുകൊണ്ട് രണ്ടുപേരെയും തീർക്കാൻ നമുക്ക് എളുപ്പമാണെന്ന് പറയുകയാണ്.
ചന്ദ്രശേഖരൻ പറയാണ് ഇന്ന് രാത്രി തന്നെ കാര്യങ്ങളെല്ലാം നടപ്പാക്കണം എന്ന് പറയുകയാണ് ശ്രീകാന്തിൻ്റെ അടുത്ത്. അങ്ങനെ അവർ രണ്ടുപേരും ഇന്ന് രാത്രി തന്നെ വരുണിനെ കൊല്ലാനായിട്ട് പ്ലാൻ ചെയ്യുകയാണ്. അങ്ങനെ രാത്രിയായപ്പം വിക്രമും കൂട്ടുകാരും പോസ്റ്റർ ഒട്ടിക്കാനും മറ്റുമുള്ള ആവശ്യത്തിനൊക്കെ പുറത്തിറങ്ങിയാണ്. അപ്പോഴത്തേക്ക് കുറേ ഗുണ്ടകളാണെങ്കിൽ ബൈക്കിൽ വന്ന് ഇവരെ പോസ്റ്ററിനിട്ട് വന്ന് വലിച്ചു കീറുകയും ആകെപ്പാടെ പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. അപ്പോൾ വിക്രം ചോദിക്കുകയാണ്, നിങ്ങളെന്തിനാണ് പോസ്റ്റർ വലിച്ചു കീറുന്നത്? നിങ്ങൾക്ക് ശ്രീകാര്യ ശ്രീനിവാസൻ്റെ പോസ്റ്റർ ഒട്ടിക്കാമെങ്കിൽ ഇവിടെ ഞങ്ങൾക്ക് വാസവൻ്റെയും പോസ്റ്റർ ഒട്ടിക്കാം എന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അടിയാവുകയാണ്. അപ്പോഴത്തേക്ക് വിക്രം വിചാരിക്കുന്നത് ഇത് വാസവൻ്റെ ഗുണ്ടകളാണ് പ്രശ്നം ഉണ്ടാക്കാൻ വന്നതെന്നും പറഞ്ഞുകൊണ്ട് വിക്രമും അവരും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അടിപിടിയാവുന്നുണ്ട്. ഈ സമയത്ത് വരുൺ കൂട്ടുകാരനുമായിട്ട് വരികയാണ്. വരുമ്പോഴത്തേക്ക് കുറേ ബൈക്കിൽ കുറേ ഗുണ്ടകൾ വരുന്നുണ്ട്. വന്ന് വരുണിന് ചുറ്റും ഇങ്ങനെ വണ്ടി നിർത്തുകയാണ്. അവർ വന്നിട്ട് പറയുന്നത്, നീ ആ വാസവൻ്റെ മോനല്ലയോ? അപ്പോൾ വരുൺ പറയുന്നുണ്ട്, ആന്ന്. അപ്പോഴത്തേക്ക് വരുണിൻ്റെ കൂടെ ഉള്ളവരൊക്കെ പേടിക്കുന്നുണ്ട്. വരുൺ ചോദിക്കുകയാണ്, ഇതൊക്കെ തടഞ്ഞു നിർത്തി ചോദിക്കേണ്ട ആവശ്യം എന്താണെന്ന് ചോദിക്കുകയാണ്. അപ്പോഴത്തേക്ക് ഗുണ്ടകൾ വരുണിനെ അടിച്ചിട്ടിട്ട് അതിലൊരുത്തൻ വരുണിനെ കുത്തുന്നുണ്ട്. എന്നിട്ട് അവന്മാർ ബൈക്കിൽ കയറി രക്ഷപ്പെട്ടുന്നുണ്ട്. അതും ശ്രീകാന്തിൻ്റെ ആൾക്കാർ തന്നെയാണ് വരുണിനെ കുത്തുന്നത്. പക്ഷേ കൂടെ ഉള്ളവരൊക്കെ വിചാരിക്കുന്നത് അത് ശ്രീകാര്യ ശ്രീനിവാസൻ്റെ ആൾക്കാരാണെന്നാണ് വിചാരിക്കുന്നത്. വിക്രം പറഞ്ഞിട്ടാണ് അവർ വന്ന് വരുണിനെ ആക്രമിച്ചെന്നാണ് അവർ വിചാരിക്കുന്നത്. അങ്ങനെ ശ്രീകാന്തിൻ്റെ പ്ലാൻ നടപ്പാക്കുകയാണ്. അങ്ങനെ വരുണിനെ കുത്തി അവശനിലയിലാക്കുന്നുണ്ട്. വരുണിനെ എടുത്ത് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ശ്രീകാന്ത് ഭയങ്കര സന്തോഷത്തോടെ വീട്ടിലേക്ക് വരികയാണ്. എന്നിട്ട് അച്ഛനെയും വേദയും ദീപ്തിയും അമ്മയും എല്ലാവരെയും വിളിച്ചിട്ട് പറയുകയാണ്, ഞാൻ അന്നേ പറഞ്ഞില്ലേ ആ വിക്രത്തിൻ്റെ സ്വഭാവം ഒരിക്കലും മാറാൻ പോകുന്നില്ലെന്ന്. അവൻ എത്ര മാറണമെന്ന് ശ്രമിച്ചാലും അവൻ ഒരിക്കലും മാറത്തില്ല. നീ ദീപ്തി ചോദിക്കുകയാണ്, എന്താ കാര്യം ചേട്ടാ എന്ന് പറയാണ്. അപ്പം ശ്രീകാന്ത് പറയുകയാണ്, വാസവൻ്റെ മകനുണ്ടല്ലോ വരുണിനെ വിക്രം കുത്തി എന്ന് പറയാണ്. രാഷ്ട്രീയ വൈരാഗ്യം ശ്രീകാര്യ ശ്രീനിവാസൻ്റെ അജണ്ട വിക്രം നടപ്പിലാക്കിയതാണെന്ന് പറയാണ്. ഇത് കേൾക്കുമ്പോഴത്തേക്ക് ദീപ്തിക്ക് ഭയങ്കര ഷോക്കാവുന്നുണ്ട്. ഇത് കേട്ട ദീപ്തി തല ഇറങ്ങി വീഴുകയാണ്. അങ്ങനെ ശ്രീകാന്തിൻ്റെ പ്ലാനൊക്കെ നടപ്പിലാകുകയാണ്.